എപ്പോഴും ജാഗ്രതയോടെ ഓർക്കുക. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നീ ചിന്തിക്കണം മുഅ്മിനേ, റബ്ബ് നമ്മെ അങ്ങ് സൃഷ്ടിച്ചവൻ അവന്റെ പണി തീർത്തിരിക്കുകയല്ല. പിന്നെയോ ഓരോ സമയവും നമ്മെ സൃഷ്ടിക്കുകയും ഓരോ സമയവും നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിപ്രക്രിയ നടത്തുകയും ചെയ്യുന്നു എന്നാണ്. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു തആല സൃഷ്ടാവാണ്. സൃഷ്ടാവായ അല്ലാഹു തആല ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പുതിയ കോശങ്ങൾ നശിപ്പിക്കുന്നു, കോശങ്ങൾ ഉണ്ടാക്കുന്നു, കോശങ്ങൾ നശിപ്പിക്കുകയും കോശങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. റബ്ബ് തീരുമാനിക്കുകയാണ്, ഇനി തൽക്കാലം നിന്റെ ശരീരത്തിൽ കുറച്ചു കാലത്തേക്ക് കോശങ്ങൾ നശിപ്പിക്കപ്പെടേണ്ട എന്ന് അല്ലാഹ് അങ്ങ് തീരുമാനിച്ചാലോ, അല്ലാഹ് അങ്ങ് തീരുമാനിച്ചാൽ അതിലൂടെ കഴിഞ്ഞില്ലേ. ആ രോഗമാണ് ക്യാൻസർ എന്നറിയപ്പെടുന്നത്, അർബുദം എന്നറിയപ്പെടുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറയൂ. തൊട്ടടുക്കലല്ലേ മെഡിക്കൽ കോളേജ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റബ്ബിന്റെ അനുഗ്രഹം കാണാൻ, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം കാണാൻ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് വൃക്കരോഗമാണ്. മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഒരു 12 മണിയോടെ ഇവിടെ എത്തിയിട്ട് ഞാൻ അവിടെ പോയി നെഫ്രോളജി വിഭാഗത്തിൽ പോയി. ചെറിയ കുട്ടികൾ മുതൽ പ്രായമേറിയ വയസ്സന്മാര് വരെ ആണുങ്ങളുടെ സെക്ഷനിൽ ഇങ്ങനെ നിരന്ന് നിരന്ന് മരണവും കാത്ത് കിടക്കുകയാണ്. ചില പ്രതീക്ഷയോടെ കിടക്കുകയാണ്. അല്ലാഹുവേ, ഒരു കുഴപ്പവുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ 2 കിഡ്നികൾ എന്റെ ശരീരത്തിലുണ്ടല്ലോ, ഓർക്കാൻ നമുക്കവിടെ നിന്നുള്ള അവസരം ലഭിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ. നമുക്കൊക്കെ അസുഖമാകുമ്പോഴാണ് അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്, ഒന്നില്ലാതെ ആകുമ്പോഴാണ്. അതുപോരാ, ഉണ്ടാകുമ്പോൾ ഉപയോഗപ്പെടുത്തണം. മനസ്സിനെ ഉപയോഗപ്പെടുത്തണം, ഹൃദയത്തെ ഉപയോഗപ്പെടുത്തണം. റബ്ബിന്റെ അനുഗ്രഹം യന്ത്രമാണോ ശ്വാസവും അതുപോലെ ഹൃദയത്തിന്റെ രക്തചംക്രമണവും, ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം ആശ്ചര്യങ്ങൾ അല്ലാഹ് അങ്ങ് നൽകിയതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ നടന്ന് അദ്ദേഹത്തിന്റെ കാലിന് വലിയ വ്രണം ബാധിച്ചു. ബാധിച്ച കാല് മുറിച്ചു മാറ്റാൻ ഭിഷഗ്വരന്മാര് ആഹ്വാനം ചെയ്തപ്പോ ഭിഷഗ്വരന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റുന്നതിന്റെ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബോധം മറയ്ക്കുന്ന എന്തെങ്കിലും ഒരു അനസ്തേഷ്യയോ മറ്റോ ഉപയോഗിക്കണം. അന്നത്തെ അനസ്തേഷ്യ അദ്ദേഹം പറഞ്ഞു, വേണ്ട, എന്റെ റബ്ബിനെ ഓർക്കാത്ത ഒരു നിമിഷവും എനിക്ക് വേണ്ട. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹ് ഇബ്നു ജാഫറിന്റെ കാല് പച്ചയിലങ്ങ് മുറിച്ചു മാറ്റിയ കാൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ആ കാലിനെ നോക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞ കാര്യം, അല്ലയോ കാലേ, അല്ലാഹു നിനക്ക് ഇത്രയും കാലം എന്നോടുകൂടെ കഴിയാനുള്ള അവസരം നൽകിയില്ലേ? അല്ലാഹുവേ, എന്റെ ഒരു കാലല്ലേ നീ കളഞ്ഞുള്ളൂ, ഒരു കുഴപ്പവുമില്ലാത്ത എത്ര അവയവങ്ങൾ എന്റെ ശരീരത്തിൽ വേറെയുണ്ട് അല്ലാഹ്. ഇതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മുസൽമാന്റെ മനസ്സ്. കൈവിരലുകളിലേക്ക് നോക്കൂ നിങ്ങൾ. ഓരോ വിരലുകളും ഓരോ വലിപ്പമാണ്. എന്തിനാണ് അല്ലാഹു ഇങ്ങനെ വിരലുകൾക്ക് വ്യത്യസ്ത വലിപ്പം നൽകിയത്? ഒരു സാധനം നമ്മൾ പിടിക്കുമ്പോ, ഒരു സാധനം നമ്മൾ എടുക്കുമ്പോ നമ്മുടെ കൈവിരലുകളൊക്കെ ഇങ്ങനെ ഒരേ വലിപ്പത്തിൽ വരാനാ.